നമസ്കാരം. കൂടിക്കാഴ്ചയിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ മുരളീധരൻ തഴക്കരയാണ്. അദ്ദേഹം ആകാശവാണിയുടെ മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവാണ്. അതുപോലെ മികച്ച കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫാം ജേർണലിസ്റ്റ് ആണ്. ഈ പറയുന്നത് പോലെ കേരളം ഇന്ന് പരക്കെ കാലം തെറ്റിയുള്ള മഴയുടെ പിടിയിലാണ്. വലിയ വെള്ളപ്പൊക്ക ഭീഷണി ഒരു വശത്ത് നിലനിൽക്കുന്നു, മണ്ണിടിച്ചിൽ ഭീഷണി മറുഭാഗത്ത് നിലനിൽക്കുന്നു. അങ്ങനെ മഴ വലിയ രീതിയിൽ ദുരിതം വിതച്ചുകൊണ്ടാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശ്രീ മുരളീധരൻ തഴക്കര അദ്ദേഹം നമ്മളുമായി കുറച്ച് കാര്യങ്ങൾ സംവദിക്കുന്നത്. ശ്രീ മുരളീധരൻ തഴക്കര, സ്വാഗതം. സൂചിപ്പിച്ചതുപോലെ നമുക്ക് കേരളത്തിൽ രണ്ട് കാലവർഷങ്ങളാണ് ഉള്ളത്, തുലാവർഷവും അതുപോലെ ഇടവപ്പാതി. മൺസൂൺ എന്ന ഓമന പേരിട്ട് നമ്മൾ വിളിക്കുന്ന ഇടവപ്പാതി അത് ഇപ്പോൾ വല്ലാത്തൊരു രൂപമാറ്റം വന്നിരിക്കുന്നു അല്ലെ. കഴിഞ്ഞ 2018 ശേഷം നമ്മുടെ കാലാവസ്ഥയിൽ ആകെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം വന്നിരിക്കുന്നു. മുമ്പ് മഴയെ ആഘോഷമായിട്ടാണ് നമ്മൾ കേരളീയർ കണ്ടിരുന്നതെങ്കിൽ ഇന്ന് വളരെയധികം ഭീതിയോടെയാണ് മഴയെ കാണുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു കാലാവസ്ഥ മാറ്റത്തെ? നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപ് ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുകയാണ്. വളരെ വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങ് ഓണാട്ടുകരയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓണാട്ടുകരയിലല്ലേ? അതെ, ഓണാട്ടുകരയിൽ നിന്നാണ് സംസാരിക്കുന്നത്. തന്നെയല്ല, ഇന്നത്തെ ഏറ്റവും വലിയ വിശേഷം എന്റെ വീടിന് തൊട്ടടുത്ത ഒരു സ്കൂളുണ്ട്, UP സ്കൂള്. കഴിഞ്ഞ ദിവസങ്ങളായി ആ സ്കൂൾ അടഞ്ഞു കിടക്കുകയാണ് മഴ കാരണം ജില്ലകൾക്ക് ഇങ്ങനെ അവധി പ്രഖ്യാപിച്ച് ഏതാണ്ട് അടച്ചിട്ട ഒരു അവസ്ഥയിലാണ് സ്കൂളുകൾ പോലും. ഇന്ന് കേരളത്തിലെ 12 ജില്ലകളിലോ അങ്ങോട്ട് സ്കൂളുകൾ അടഞ്ഞു കിടക്കുകയാണ്. അവധിയാണ്. പക്ഷെ മഴയെ ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ പഴിദോഷം കേൾക്കുന്ന ഒരു പ്രതിഭാസമാണ് മഴ. മഴ കൂടുതൽ പെയ്ത് നമുക്കൊരു പ്രശ്നകാരിയായി മാറുമ്പോൾ ഇതൊരു നശിച്ച മഴ, ഇതൊന്ന് പെയ്ത് തോർന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ പറയും. പക്ഷേ ഒരു 3 മാസം കഴിഞ്ഞ് അതികഠിനമായ, അതായത് ചുട്ടുപൊള്ളുന്ന നെരിപ്പോടിൽ എന്ന വണ്ണം നമ്മൾ ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുകയും വല്ലാതെ താപമുയരുകയും മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ഉഷ്ണക്കാറ്റുണ്ടാകുകയും രാത്രിയും പകലും നമുക്ക് കിടന്നുറങ്ങാൻ വയ്യാതെ വെന്തുരുകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നമ്മൾ പറയും ഒരു ചാറ്റൽ മഴയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. അപ്പൊ ഇത് കൂടുതൽ അങ്ങോട്ട് പെയ്താൽ കുഴപ്പം, മഴ കുറഞ്ഞു പോയാൽ കുഴപ്പം. ഒരു പക്ഷേ പ്രകൃതിയുടെ ഒരു പ്രതിഭാസം എന്ന നിലയില് ഭൂമിയിൽ വീഴുന്ന ഏറ്റവും വലിയ കാരുണ്യം, അനുഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ അത് മഴയാണ്. ഈ മഴയൊന്നും നിലച്ചു പോകരുതേ എന്നാണ് എന്നെപ്പോലെയുള്ളവരുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഇത് ഞാൻ പറയുമ്പോൾ മഴക്കെടുതികളെ കാണാതെയല്ല, മഴയുണ്ടാക്കുന്ന ദുരിതങ്ങളെ കാണാതെയല്ല, പക്ഷെ ഈ മഴയൊന്നും നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കണം. കാരണം റിസർവോയറുകൾ വറ്റും, നമുക്ക് കൃഷി വരളും, നമുക്ക് നാട്ടിൽ പട്ടിണി ഉണ്ടാകും, കുടിവെള്ളം മുട്ടും, വൈദ്യുതിക്ക് ക്ഷാമം നേരിടും, സർവോപരി ജീവിതം തന്നെ ഇല്ലാതാകും. വെള്ളമാണ്, അതായത് ശരിക്കും ഈ മഴയാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഈ ഭൂമിയും ഈ മഴയും ഇല്ലെങ്കിൽ ജീവിതമില്ല എന്ന് കാണുന്ന ഒരാളാണ് ഞാൻ വ്യക്തിപരമായി. അപ്പൊ അതുകൊണ്ട് ഈ മഴ പെയ്യുമ്പോഴും ഈ ദുരിതങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും എന്റെ പ്രാർത്ഥന ഈ മഴ നിലച്ചു പോകരുതേ എന്നാണ്. കാരണം അല്ലെങ്കിൽ ക്രിസ്തീയ ശൃംഖന്മാരെ പോലെ നമ്മള് മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോൾ പണ്ട് മഴ ഒരു സൗമ്യതയോടുകൂടിയാണ് പെയ്യുന്നത്, മഴയ്ക്കൊരു താളവും തഞ്ചവും ഉണ്ടായി. ഇപ്പോഴങ്ങനെയല്ല. മഴ ഇങ്ങോട്ട് പെയ്ത് വീഴുന്നത് ഇപ്പോൾ നിന്നെ കാണിച്ചു തരാം എന്ന് പറയുന്ന ഒരു കരുത്തോടെ, ഒരു ഊക്കോടെ, ഏതാണ്ട് സർവനാശം വിതച്ചുകൊണ്ടാണ് മഴ എത്തുന്നത്. അതാണ് ഈ പുതിയ കാലത്തെ മഴയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണ്, അവിടെ തന്നെയാണ് എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത്. കാര്യം എന്ന് വെച്ചാൽ നമ്മള് ഈ കാലാവസ്ഥയിലുള്ള ഒരു സന്തുലിതാവസ്ഥയുണ്ട്, ഒരു ബാലൻസിങ് ഉണ്ട്. അതെവിടെ വെച്ചോ നമുക്ക് നഷ്ടമായിരിക്കുന്നു. അത് കുറെ കാലമായി നമ്മൾ പറയാറുണ്ടായിരുന്നു, നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് വെട്ടി നിരത്തുന്നു, കാലാവസ്ഥയുടെ സന്തുലിതാവസ്ഥ മാറുന്നു എന്നൊക്കെ. പക്ഷെ അത് പറഞ്ഞ് ഒടുവിൽ അത് യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് ഈ 2018 മുതൽ ഇങ്ങോട്ട് കാണുന്നത്. എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമുണ്ട്, ഈ 2018 എന്നുള്ള ഒരു വർഷത്തിന് ശേഷം എന്താണ് തുടർച്ചയായി ഇങ്ങനെ സംഭവിക്കുന്നത്, എന്ത് രൂപപരിണാമമാണ് നമ്മുടെ കാലാവസ്ഥയിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവായ ജനങ്ങൾ പലപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഉയർത്തുന്ന ചോദ്യം. എന്താണ് അതിനൊരു ഉത്തരമായി അങ്ങ് പറയാനുള്ളത്? ഞാന് വളരെ ചുരുക്കമായിട്ട് പറഞ്ഞല്ലേ, ഇത് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഈ ഡാമുകൾ തുറന്നു വിടുന്നത്. ഇന്ന് എന്റെ സഹോദരി താമസിക്കുന്നത് പമ്പയാറിന്റെ തീരത്താണ്.
അവിടെ നിന്ന് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് വീടിന്റെ രണ്ടാമത്തെ നില വരെ വെള്ളം എത്തത്തക്ക നിലയിൽ എത്തിയിട്ട് അവിടുന്ന് വീട് മാറി താമസമായി. അപ്പൊ ഇത് ഈ ഒരു ഈ 2018 മാത്രമല്ല, 2018 അത് കുറച്ച് അതിന്റെ ഏറ്റവും രൂക്ഷമായ രീതിയിൽ ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ കാണാതെ പോകരുത്. ഇതിനൊക്കെ കാരണം ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹമാണ്. നമ്മളൊക്കെ എല്ലാവർക്കും അതിൽ തുല്യ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. കാരണം ഇത് പറയുമ്പോൾ മാധവ് ഗാഡ്ഗിലിനെയും പശ്ചിമഘട്ട സംരക്ഷണത്തെയും ഒന്നും മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത്. നമ്മുടെ മുറ്റം നമ്മൾ കോൺക്രീറ്റ് ചെയ്യുക. എന്റെ മുറ്റം കോൺക്രീറ്റ് ചെയ്താൽ എനിക്ക് കുനിഞ്ഞു നിന്ന് മുറ്റം വൃത്തിയാക്കേണ്ട ജോലി ഞാൻ ഒഴിവാക്കുകയാണ്. പെയ്തു വീഴുന്ന വെള്ളം, മഴത്തുള്ളി നമ്മുടെ മുറ്റത്ത് താഴാൻ അനുവദിക്കാത്ത ഒരു മനസ്സാണ് ഇപ്പോൾ മലയാളിക്കുള്ളത്. ആ മനസ്സാണ് മാറേണ്ടതെന്നുള്ളതാണ് എന്റെ ആദ്യത്തെ പക്ഷം. പിന്നെ രണ്ടാമത്, ഈ വികസനവും അതുപോലെ തന്നെ പരിസ്ഥിതിയും രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശമാണ്. ഇപ്പോഴേ ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നു. ഈ നമുക്ക് 6 വരി പാത വേണം. തീരദേശത്ത് നാഷണൽ ഹൈവേയിൽ പണി നടക്കുകയാണ്. എന്റെ വീടിന്റെ മുൻവശത്തു കൂടി ഒരു ദിവസം ഒരു 150-200 ലോഡ് വലിയ ടിപ്പർ ലോറി നിറയെ മണ്ണ് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് കിഴക്കൻ പശ്ചിമഘട്ട നിരയിലെ മലനിരകൾ ഇടിച്ച മണ്ണാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് അത് കാണാതെ പോകരുത്. നമ്മൾ ഒരു വശത്തു കൂടി പറയും ഞങ്ങൾക്ക് മഴ കൃത്യമായി പെയ്യണം. നമ്മളൊരു ടൈം ടേബിൾ നിശ്ചയിക്കണം പ്രകൃതിക്ക്. അതായത് മഴ ജൂൺ 1-ാം തീയതി പെയ്യണം, തുലാവർഷം കൃത്യ സമയത്ത് വരണം, ഇടിയില്ലാതെയുള്ള മഴ വേണം, ഇടിയിൽ ആർക്കും കുഴപ്പമുണ്ടാകരുത്. ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് നമ്മുടേതായ ചില നമ്മൾ പറയുന്ന ചിട്ടവട്ടങ്ങളിൽ മഴ വേണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ട്. ആ നിർബന്ധ ബുദ്ധി നമുക്ക് പ്രകൃതിയോടും വേണം. ഇതൊരു പാരസ്പര്യം ഇവിടെ ഇല്ലാതെ പോയതാണ് നമ്മുടെ കുഴപ്പം. ഇതിനു മുമ്പും ഇപ്പൊ 99-ലെ വെള്ളപ്പൊക്കം നമുക്ക് കേട്ടിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയും സർവനാശം വിതച്ചുകൊണ്ടല്ല ഒരു വെള്ളപ്പൊക്കവും ഒരു മഴയും ഉണ്ടായിട്ടുള്ളത്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇതിനകത്തൊരു കേരളത്തിലെ ഈ പെയ്തു വീഴുന്ന വെള്ളം സംഭരിക്കുന്നതിനുള്ള സംവിധാനം കേരളത്തിൽ ഉണ്ടായിരുന്നു. കേരളത്തിലെ നെൽവയലുകൾ കൃഷി ചെയ്യുവാനുള്ള കുറെ വയലുകൾ മാത്രമായിരുന്നില്ല. അത് മഴക്കാലമാവുമ്പോൾ മഴയെ സംഭരിച്ചു നിർത്തുന്ന, പെയ്തു വീഴുന്ന മഴവെള്ളം മുഴുവൻ സംഭരിക്കുന്ന ജലസംഭരണികളായിരുന്നു യഥാർത്ഥത്തിൽ നമ്മളുടെ നെൽവയലുകളും പുഞ്ചപ്പാടങ്ങളും ചതുപ്പു നിലങ്ങളുമെല്ലാം. ഇന്ന് എവിടെയാണ്? കേരളത്തിൽ വ്യാപകമായി നെൽപ്പാടങ്ങൾ നികത്തി, പുഞ്ചപ്പാടങ്ങൾ നികത്തി, ചതുപ്പിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കി നമ്മളുടേതായ ആർപ്പാടവും നമ്മുടെ ആവശ്യങ്ങളും നിറവേറ്റി. ഇതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയല്ല. ഇതൊക്കെ നമ്മുടെ ജനസംഖ്യ കൂടുന്നു, ആളോഹരി സ്ഥലവിസ്തൃതി കുറയുന്നു, നമുക്ക് കിടക്കാൻ സ്ഥലം വേണം, നമുക്ക് കുറെ കൂടി സൗകര്യങ്ങൾ വേണം, ഒക്കെ വേണ്ടി വരുമ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു വശത്തു കൂടി ചെയ്യുന്നു. എന്നിട്ട് മറുവശത്ത് നമ്മൾ പറയുകയാണ് പ്രകൃതി പക്ഷേ എപ്പോഴും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കണം, പ്രകൃതി എല്ലായ്പ്പോഴും കനിഞ്ഞനുഗ്രഹിക്കണം എന്ന് പറയും. ആ പ്രകൃതിയെ ചൂഷണം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ഒരു വയല് നികത്തുമ്പോൾ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ റിസർവ് ഫോറസ്റ്റ് പോലെ സംരക്ഷിക്കേണ്ട ഒന്നായിരുന്നു ഇവിടുത്തെ നെൽപ്പാടങ്ങൾ. റിസർവ് ഫോറസ്റ്റിനേക്കാൾ വലിയൊരു കരുത്തോടുകൂടി ഒരു കാരണവശാലും അതിൽ 1 ഇഞ്ച് ഭൂമി നെൽവയൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ഇവിടെ കുടിവെള്ളം മുട്ടരുതെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെയൊക്കെ ഒരു കടമയായിരുന്നു. നമ്മളത് വിട്ടുപോയി. ഇപ്പൊ ഏതെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചാൽ എവിടെയാണ് നെൽകൃഷിയുള്ളത്? കുട്ടനാട്ടിൽ പോലും നെൽകൃഷി കുറയുന്നു. അപ്പൊ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു പിടി നെല്ല് കൃഷി ചെയ്ത് വയറ് നിറയ്ക്കുവാനുള്ള ഉദരപൂരണത്തിനുള്ള ഒരു ഉൽപ്പന്നം അവിടുന്ന് ഉത്പാദിപ്പിച്ചെടുക്കുന്നു എന്നതിനപ്പുറത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കിയിരുന്ന നമ്മളുടെ അടിസ്ഥാന നിലമായിരുന്നു അത്, അടിസ്ഥാന തറയായിരുന്നു അത് എന്ന് നമ്മൾ കാണണം. അവിടെ ഞാൻ ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. അത് കാണാതെ പോയി. ശരിയല്ലേ? ശ്രീ മുരളീധരൻ തഴക്കര, അതുപോലെ ഇപ്പോ നമ്മൾ പറയാറുണ്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് കേരളം അറിയപ്പെടുന്നത്, ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് കേരളം അറിയപ്പെടുന്നത്. അത് പലവിധമായ നമ്മുടെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ കൂടിക്കൊണ്ടാണ്. അതിൽ 44 നദികളാൽ സമ്പന്നമാണ് നമ്മുടെ കേരളം എന്ന് നമ്മൾ അഹങ്കാരത്തോടെ ഒരു കാലത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഈ 44 നദികളെയും സംരക്ഷിക്കുന്നതിൽ നമ്മൾ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാര്യം ഈ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മഴ കൃത്യമായി ലഭിക്കുന്നുണ്ട്, പക്ഷേ അത്രയും മഴവെള്ളം നമുക്ക് സംഭരിക്കാനാകുന്നുണ്ടോ? ഈ പഴയതുപോലെ പുഴകളിലൂടെ ഇതിന്റെ ഒരു നീരൊഴുക്ക് കൃത്യമായി നടക്കുന്നുണ്ടോ? റിവർ ബെഡ് എന്ന് പറയുന്ന ഒരു കാര്യം പലയിടത്തും ഇല്ലാതായി കഴിഞ്ഞു. ഇപ്പൊ പമ്പയാറ്റിലെ വെള്ളപ്പൊക്കത്തിന്റെ കാര്യമൊക്കെ പറയുന്നു. കഴിഞ്ഞ ദിവസം ആറന്മുളയുടെ തീരത്തുള്ള കുറച്ച്
കുറച്ച് പേരുമായി സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഈ ഗതി ഇപ്പൊ ഇത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഗതി മാറി ഒഴുകുന്നതെന്ന് ഞങ്ങൾക്ക് പോലും മനസ്സിലാക്കുന്നില്ല. പണ്ട് ഏത് പാതിരാത്രിക്കും ഞങ്ങൾ നീന്തിയിരുന്ന നദിയാണ്, പക്ഷേ ഇപ്പോൾ നദിയിലേക്ക് ഇറങ്ങാൻ ഭയമാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അവരൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ നദികൾ മൊത്തം ഈ പറഞ്ഞതുപോലെ ഒരു മരണാവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ്. ഇതുമൊക്കെ ഇതിന്റെ ഒരു കാരണം തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം പണ്ട് കാരണവന്മാർ നമ്മളോട് പറഞ്ഞിരുന്നു, കാടരികെ, വീടരികെ, തോടരികെ കൊത്തരുത് എന്ന് വെച്ചാൽ ഈ 3 സാധനവും നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. അതിനോട് ചേർന്ന് നമ്മൾ കൊത്താനും കിളയ്ക്കാനും ആ സ്ഥലം കയ്യേറാനും പോകരുത് എന്നാണ് അതിന് ഉദ്ദേശിച്ചത്. നദിയുടെ കര, അതായത് കേരളത്തിലെ 44 നദികളും കൃത്യമായി പരിശോധിച്ച് ഇപ്പോഴൊരു കണക്കെടുപ്പ് നടത്തിയാൽ പഴയ അച്ചൻകോവിലാറ്, പമ്പയാറ്, മണിമലയാറ്, ഇത് 3 നമുക്ക് എന്റെ സമീപത്തുണ്ട്. ഈ 3 നദികൾ കൃത്യമായി എന്റെ ഓർമ്മയിൽ ഒഴുകിയിരുന്നത് എങ്ങനെയാണ് എന്ന് കൃത്യമായി എനിക്കറിയാം. ഇന്ന് അതിന്റെ പകുതിയേ ഉള്ളൂ ഈ പല പ്രദേശങ്ങളിലും ഈ നദി കടന്നു പോകുന്നു. ബാക്കി സ്ഥലം മുഴുവൻ ഇരുവശങ്ങളിലുള്ളവർ പലപ്പോഴായി കയ്യേറിയിട്ടുണ്ട്. മറ്റൊരു ദുരന്തം സംഭവിച്ചത് മണലൂറ്റ് കാരണം ഈ പല പ്രദേശങ്ങളും കയമായി മാറി. അപ്പൊ സ്വാഭാവികമായി വെള്ളത്തിന്റെ ഒഴുക്ക് ക്രമം തെറ്റി ഉണ്ടാകും. വെള്ളപ്പൊക്കം വരുമ്പോൾ ആ ഭാഗം കൂടുതൽ കുഴിഞ്ഞിട്ട് അവിടെ കൂടുതൽ മണ്ണടിയുകയും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മാറി ഒഴുകുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങൾ നദികളുടെ കാര്യത്തിൽ സംഭവിച്ചു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ യഥാർത്ഥത്തിൽ നദികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നാമമാത്രമായി മാത്രമേ നമ്മുടെ നദികൾ ഉള്ളൂ എന്നതാണ് വാസ്തവം. പകുതിയും ആളുകൾ കയ്യേറി. ഇപ്പൊ ഏത് വീടുകൾ നമ്മളൊരു പരിശോധന നടത്തിയാൽ, കൃത്യമായ ഒരു പരിശോധന യാതൊരു ഒരു ലക്ഷ്യബോധത്തോടെ നടത്തിയാൽ എത്രമാത്രം നദികൾ കയ്യേറി എന്നുള്ളതിന്റെ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ നമുക്കത് വ്യക്തമായി ബോധ്യമാകും. കാരണം എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്, അച്ചൻകോവിലാറ് ഇപ്പോൾ പകുതി എങ്ങോട്ട് പോയി? പകുതി ആളുകൾ കയ്യേറി. ആ കയ്യേറിയവരുടെ വിചാരം ഞങ്ങൾക്ക് അത് വസ്തുവായി മാറി, ഞങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടായി മാറി എന്നല്ല. അത് ജീവിതത്തിൽ എന്നെന്നും അവർക്ക് തീർത്താൽ തീരാത്ത നഷ്ടത്തിന് നമ്മളൊരു വഴിയൊരുക്കി കൊടുക്കുകയാണ്. കാരണം എന്ന് ഈ അവിടെ വെക്കുന്ന വീടും അവിടെ നിൽക്കുന്ന മരവും എന്ന് കടപുഴകി എന്ന് ഈ നദി കൊണ്ടുപോകും എന്ന് നമുക്ക് ഇപ്പോൾ നിശ്ചയമില്ല. ഭാവിയിൽ വരാൻ പോകുന്ന മറ്റൊരു ദുരന്തമാണ്. അല്ല, അത് തന്നെയാണ് ഈ സൂചനകൾ നൽകുന്നത്. കാര്യം, ഒരു ദിവസം തോരാതെ ഒരു മഴ ഒരു ദിവസം നിൽക്കുകയാണെങ്കിൽ അടുത്ത ദിവസം റാന്നി പട്ടണം വെള്ളത്തിലാകുന്ന അവസ്ഥയാണെന്ന് കാണുന്നത്. കാര്യം, മുമ്പൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അവിടെ ഉള്ള പഴമക്കാരൊക്കെ പറയുന്നത് നാളിതുവരെ അനുഭവിക്കാത്ത ദുരിതങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചെറിയൊരു മഴ പെയ്താൽ, ഇപ്പോൾ 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ മഴ തോരാതെ നിന്നാൽ മനസ്സിലാക്കാം, സ്വാഭാവികമായ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. അത് എല്ലാ നദീതീരങ്ങളിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ന് ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്ക് വെള്ളത്തിലാകുകയാണ് പല സ്ഥലങ്ങളും. അല്ല, അതിന്റെ കാരണം ഇത് തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അതിന്റെ കാരണം എന്റെ വീടിനോട് ചേർന്ന് തടക്കര പുഞ്ചയുണ്ട്. ഒരു പുഞ്ച ഒരു പക്ഷേ അച്ചൻകോവിലാറിൻ വെള്ളം കൂടുതൽ ഉയരാതിരിക്കാൻ വെള്ളത്തെ നിയന്ത്രിച്ചിരുന്ന ഏറ്റവും വലിയ ഒരു ജലസംഭരണിയായിരുന്നു തഴക്കര പുഞ്ച. ഇന്ന് ആ തഴക്കര പുഞ്ചയുടെ പകുതിയോളം നികന്നു കഴിഞ്ഞു. അവിടെ കെട്ടിടങ്ങളായി, റോഡിനോട് ചേർന്ന സ്ഥലങ്ങളൊക്കെ പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി കഴിഞ്ഞു. വിവിധ മതസ്ഥാപനങ്ങൾക്കായി അവരവരുടേതായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴതിന്റെ ഒരു സ്കെലിറ്റൻ മാത്രമേ ഉള്ളൂ. ആയിരക്കണക്കിന് പറ നെല്ലുൽപാദിപ്പിച്ചിരുന്ന ഈ അച്ചൻകോവിലാറിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ നല്ലൊരു പങ്ക് സംരക്ഷിച്ചിരുന്ന ഈ ഒരു ജലസംഭരണിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്റെ നാട്ടിലെ തഴക്കര പൂജ. ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് കേവലമായ ഒരു ഉദാഹരണമാണ്. ഇത് എല്ലാ നാട്ടിലും സംഭവിച്ചു. അപ്പൊ എന്നിട്ട് നമ്മൾ പറയുകയാണ് വെള്ളം ഞങ്ങളുടെ വീട്ടിലോട്ട് കയറിയെന്ന്. വെള്ളം ഒഴുകിയിരുന്ന, വെള്ളം കെട്ടിയിരുന്ന സ്ഥലത്താണ് നമ്മൾ വീട് വെച്ചത്. എന്നിട്ട് നമ്മൾ പറയുകയാണ് വെള്ളം ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി എന്ന് പറയുന്നതിനകത്ത് എന്ത് അർത്ഥമാണുള്ളത്? ഒരർത്ഥവുമില്ല. നമ്മൾ ചെയ്തു വെച്ച വിനയുടെ ബാക്കിയാണത്. അപ്പൊ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. കാരണം എന്റെ സഹോദരിയുടെ വീട് വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞ വർഷം ഈ 2017 വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി അത് ഒന്ന് കഴുകി വൃത്തിയാക്കാനായിട്ട് ഒരുപാട് ആളുകളുമായിട്ട് കൂടി പോയപ്പോഴ് സ്വീകരണ മുറി നിറയെ പ്ലാസ്റ്റിക് കവറിനകത്ത് നിറച്ച ഈ നമ്മളുടെ വീട്ടിലെ വേസ്റ്റ് ആണ്. നമ്മുടെ വീട്ടിലല്ല, നദി ഒഴുക്കിക്കൊണ്ട് വന്ന വെള്ളത്തിനോടൊപ്പം വന്ന വെള്ളത്തിലേക്ക് നിക്ഷേപിച്ചത് അത് തിരിച്ചു തന്നതാണ്. അപ്പൊ ഇത് ഞങ്ങള് ഒരു വളരെ സൗമ്യമായ ഒരു സുഹൃത്ത് പറയാണ്, സാറേ അത് നമ്മൾ ചെയ്തത് തന്നെയാണ്. നമ്മൾ ഇട്ട സാധനം നദി വെള്ളം കൊണ്ടുപോയി തിരിച്ച് നമുക്ക് തന്നു എന്നുള്ളതേ ഉള്ളൂ. സത്യമല്ലേ? അതൊരു സത്യമാണ്. കാരണം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് ഒരു സാധനത്തിൽ കെട്ടി വെളിയിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ സംതൃപ്തരായി, എല്ലാം നമ്മുടെ പ്രശ്നം തീർന്നു. പക്ഷെ പ്രശ്നം അവിടെ തുടങ്ങുകയാണ്. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അത്
ഈ മസ്തിഷ്ക ജ്വരമായി, അത് മറ്റു പലവിധ അസുഖങ്ങളായി, പലവിധ രോഗബാധകളായി തിരിച്ച് നമുക്ക് തന്നെ വരികയാണ്. പക്ഷെ അത് നമ്മൾ ഓർക്കുന്നില്ല. ഇത്രയും വിദ്യാസമ്പന്നരായ, സംസ്കാര സമ്പന്നരായ, സാക്ഷരതയുള്ള ഒരു നാട്ടിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതിലാണ് നമുക്ക് ദുഃഖം. അല്ല, അത് മാത്രമല്ല ശ്രീ മുരളീധരൻ തഴക്കര, നേരത്തെയൊക്കെ പണ്ട് കാലങ്ങളിൽ മഴ ഇതിനൊക്കെ കൃത്യമായ കാലഗണന ക്രമങ്ങൾ പോലും ഉണ്ടായിരുന്നു, ഇല്ലേ? ഞാറ്റുവേല കലണ്ടർ അനുസരിച്ചുള്ള നമ്മുടെ കൃഷി സമ്പ്രദായത്തിൽ മഴ എപ്പോൾ തുടങ്ങും, എപ്പോൾ തീരും എന്നൊക്കെ ഉള്ളത് കൃഷിക്കാർ കൃത്യമായി പ്രവചിച്ചിരുന്നു അവർ. അതങ്ങനെ തന്നെ ആയിരുന്നു നടന്നിരുന്നത്. കാര്യം മഴ ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മൺസൂൺ അതിന്റെ കൊടുമ്പുരി കൊള്ളുന്നത്. ഓഗസ്റ്റ് മാസം മുതൽ മൺസൂണിന്റെ ഒരു വിടവാങ്ങൽ സമയമാണ്, പിൻവാങ്ങൽ സമയമാണ്. അത് ഒക്ടോബറൊക്കെ എത്തുമ്പോൾ പൂർണ്ണമായും പിൻവാങ്ങുന്നു. അങ്ങനെയാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ളതും പണ്ട് കാലങ്ങളിൽ കണ്ടിട്ടുള്ളതും. പക്ഷെ ഇന്ന് എപ്പോൾ ഏത് സമയത്ത് വേണം മഴ പെയ്യാം. വൃശ്ചികത്തിലും മകരത്തിലും വരെ തോരാത്ത മഴ പെയ്യുന്ന കാലമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഈ കൃഷിയുടെ ഒരു കാലഗണനാ ക്രമം ഉൾപ്പെടെയുള്ളവ ഇവിടെ മാറിയിരിക്കുന്നു. അപ്പോ ഇതിലൊക്കെ ഈ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നദികളിൽ നിക്ഷേപിക്കരുത് തുടങ്ങി നിരവധി നിയമങ്ങൾ ഇവിടെ ഉണ്ട്. മഴവെള്ള സംഭരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. ഒരു വീട് വയ്ക്കുമ്പോൾ മഴക്കുഴി നിർബന്ധമാണെന്നുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ എത്ര കണ്ട് പാലിക്കപ്പെടുന്നു, അധികാരികൾ ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇപ്പോഴും ചോദ്യചിഹ്നങ്ങളാണ്. അതിനകത്തില് ഇപ്പൊ ഈ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജൂൺ 1-ാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ വളരെ നിഷ്ഠയായിട്ട് ഒരു കൃത്യനിഷ്ഠയോടുകൂടി മഴയൂടെ വരികയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പ്രവേശനോത്സവത്തിന് മഴയാണ് അതിഥിയായി എത്തുന്നത്. ഇപ്പോൾ എന്റെ മനസ്സിൽ ബാക്കി നിൽക്കുന്നത് അതാണ്. കാരണം അത് എത്രയോ കാലമായിട്ട് അങ്ങനെ തുടർന്നിരുന്നു. മാത്രമല്ല, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു ഇടവപ്പാതി, ഒരു തുലാവർഷം. ഇപ്പോഴങ്ങനെ ഇപ്പൊ അതിനിടയിൽ ന്യൂനമർദ്ദ മഴ എന്ന് പറയുന്ന ഒരു മഴ കൂടി ഇടയ്ക്ക് ഏത് സമയത്തും കടന്നു വരും. ഈ ന്യൂനമർദ്ദ മഴ എന്ന് പറയുന്ന മഴയാണ് ഇപ്പൊ മിക്കവാറും ഈ കാലവർഷത്തെക്കാളും തുലാവർഷത്തെക്കാളും നമ്മളെ കടന്നാക്രമിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ അതിനൊരു സൗമ്യതയില്ല, അതിന് യാതൊരു വിധമായ താളവും തഞ്ചവുമില്ല. അത് ഏത് നിമിഷവും കടന്നു വരികയാണ്. അതിന് ഇപ്പൊ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. എൽനിനോ പ്രതിഭാസമാണ്. വടക്കൻ ഭാരതത്തിൽ മാത്രം, നമ്മൾ ഹിമാലയൻ മേഖലകളിൽ മാത്രം കണ്ടിരുന്ന മിന്നൽ പ്രളയം, ഫ്ലാഷ് ഫ്ലഡ് എന്ന് നമ്മൾ പറയും, അത് ഇപ്പൊ സർവ്വസാധാരണമായിരിക്കുകയാണ് കേരളത്തിൽ. ഈ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാവുക, മേഘവിസ്ഫോടനം ഉണ്ടാകുക, അതിനെ തുടർന്ന് സെന്റിമീറ്ററുകളോളം മഴ പെയ്തൊഴിയുക, ഇതാണ് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിലായി കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള പറയുന്നത് ഇത് പ്രവചിക്കാനാകാത്തതാണ്. ഒരുപക്ഷെ ഇതിന്റെ 1-2 ദിവസം മുമ്പ് മാത്രം ഈ പറഞ്ഞതുപോലെ ന്യൂനമർദ്ദം വന്നതിന് ശേഷം, മേഘങ്ങൾ രൂപീകൃതമായ ശേഷം മാത്രമായിരിക്കും അവർക്കും ഒരു വാർണിംഗ് അലാറം കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു വിഷയത്തിൽ. ശരിയാണ്. കാരണം എത്ര വലിയ കാലാവസ്ഥാ അതായത് പ്രകൃതിയാണ് ഏറ്റവും കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതും കാലാവസ്ഥയുടെ അവസാന വാക്കെന്ന് പറയുന്നതും കൃഷിയെ നിയന്ത്രിക്കുന്നതും എല്ലാം. എന്തെല്ലാം വികസനത്തെക്കുറിച്ചും പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും നമ്മൾ പറയുന്നെങ്കിലും പ്രകൃതി കനിഞ്ഞെങ്കിൽ മാത്രമേ, പ്രകൃതി അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഇതെല്ലാം നിലനിൽക്കുകയുള്ളൂ. അത് അടിസ്ഥാനപരമായി മനസ്സിലാക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് ഇപ്പോഴെങ്കിലും വേണ്ടത്. ഇതിനൊരു ഒറ്റ പരിഹാരമേ ഉള്ളൂ, കുറച്ചുകൂടി ലളിതമാകുക. ഇപ്പൊ താങ്കൾ ചോദിച്ചു ഈ മിന്നൽ മഴ, അതുപോലെ തന്നെ പ്രളയമഴ, ഇങ്ങനെ മഴപ്പാത്തി, ഇങ്ങനെ പുതിയ ധാരാളം പേരുകൾ മഴയുമായി ചേർന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാലേ, ഡൽഹിയിൽ ഒരു മാസത്തോളം രാജ്യത്തിന്റെ തലസ്ഥാനം ഒരു മാസക്കാലം അടഞ്ഞു കിടന്നു. വാഹനങ്ങൾ ഓടിയില്ല, വിദ്യാലയങ്ങൾ പ്രവർത്തിച്ചില്ല, അവിടെ സ്ഥാപനങ്ങൾ മുഴുവൻ എന്തുകൊണ്ടാണ്? ശ്വാസം കിട്ടുന്നില്ല, മനുഷ്യന് ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇത് അവിടെ മാത്രമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം ഇപ്പോൾ ഏതാണ്ട് ആ നിലയിലേക്ക്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം ആ നിലയിലേക്ക് വരികയാണ്. എന്താണ് അതിന്റെ കാരണം? കൊച്ചി ഉൾപ്പെടെ, കൊച്ചിയും തിരുവനന്തപുരം ഉൾപ്പെടെ. അതേസമയം ഈ കോവിഡ് വന്ന സമയത്ത് പ്രകൃതിക്ക് യാതൊരു വിധമായ തകരാറുമില്ലായിരുന്നല്ലോ. അതായത് നമ്മളുടെ അന്തരീക്ഷം ഏറ്റവും സംശുദ്ധമായ സമയം അതായിരുന്നു. ഏറ്റവും കൂടുതൽ കാർബൺ മോണോക്സൈഡ് ഏറ്റവും കുറഞ്ഞു നിന്ന സമയം അതായിരുന്നു. ഏറ്റവും കുറഞ്ഞ, അതായത് നമ്മളുടെ ഓസോൺ പാളി സ്വയം പരിരക്ഷിക്കപ്പെട്ടു, സ്വയം അത് ചികിത്സിക്കപ്പെട്ടു, അതിന്റെ എല്ലാ വിള്ളലുകളും മാറി എന്നാണ് നമ്മൾ ഈ കോവിഡ് കഴിഞ്ഞ് ശാസ്ത്രലോകം നമ്മളോട് പറഞ്ഞത്. എന്താ കാര്യം? അപ്പൊ ഇതിന്റെ കാരണം നമ്മൾ തന്നെയാണ്. കാരണം ഈ ഒരു വീട്ടിൽ 3 വാഹനങ്ങളാണ്, 3-4 വാഹനങ്ങൾ, ആളൊന്നുക്ക് ഒരു വാഹനമാണ് ഇപ്പോൾ ഉള്ളത്. ഈ വാഹനങ്ങളെല്ലാം റോഡിലിറങ്ങും. റോഡ് പഴയ രീതിയിലേ ഉള്ളൂ. റോഡിലിറങ്ങുമ്പോൾ ഈ വാഹനം ഓടുമ്പോൾ സ്വാഭാവികമായും അത് പലവിധ മാലിന്യ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഈ മാലിന്യ പ്രശ്നം അന്തരീക്ഷത്തെ മുഴുവൻ മലിനമാക്കുകയാണ്. ഈ അതായത് ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ കൈവെള്ളയിൽ കൊണ്ടുവരുന്നതൊന്നുമല്ലോ. അതും ഒരു
ഒരു പ്രകൃതിയുടെ ഏറ്റവും വലിയ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് മഴയും മഴയോട് ചേർന്ന അനുബന്ധമായ എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളും. അതിനെയൊക്കെ നിയന്ത്രിക്കുന്നതിന് ഒരു കൃത്യമായ കലണ്ടർ പ്രകൃതിക്കുണ്ടായിരുന്നു, ഞാറ്റുവേല അടക്കം. ആ കലണ്ടർ മുഴുവൻ തെറ്റിച്ചത് നമ്മളുടെ പ്രവൃത്തി ദോഷമാണ്. എന്ന് വെച്ച് ഇപ്പൊ ഞാൻ ഇതുകൊണ്ട് ആരും വാഹനത്തിൽ കയറരുത്, പഴയ കാളവെട്ടി സംസ്കൃതിയിലേക്ക് മടങ്ങണം എന്നൊന്നുമല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഒരു വീട്ടിൽ നിന്ന് 4 പേർ ഒരു കല്യാണത്തിന് ഒരു സ്ഥലത്തേക്ക് പോകുന്നുവെങ്കിൽ നമുക്ക് 4 വാഹനം വേണം എന്ന് നമ്മുടെ ഹൃദയപൂർവ്വം ആലോചിക്കണം. അതുപോലെ തന്നെ തൊട്ടടുത്തേക്ക് പോകുന്നു. ഞാൻ ഇപ്പോഴും എല്ലാ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും സൈക്കിൾ ഇപ്പോഴും അവരുടെ പ്രധാനപ്പെട്ട വാഹനമാണ്. ഏറ്റവും ന്യൂസിലൻഡ് അങ്ങനെയുള്ള മുഴുവൻ രാജ്യങ്ങളും എടുത്തു നോക്കൂ, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം സൈക്കിൾ ഇന്നും ചൈന അവരുടെ യാത്ര, അവരുടെ സഞ്ചാര പഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനമായി ഇപ്പോഴും അവർ സൈക്കിൾ അവരുടെ ആരോഗ്യശീലത്തിന്റെ കൂടി ഒരു ഭാഗമാണ്, അവരുടെ ആരോഗ്യശീലത്തിന്റെ കൂടി ഭാഗമാക്കി മാറ്റുകയാണ്. പ്രകൃതിയുടെ ആരോഗ്യത്തിനും അവരുടെ ആരോഗ്യത്തിനും പ്രകൃതിയുടെ ആരോഗ്യത്തിനും. കാരണം അത് ഒരു വിഷപ്പുകയും തുപ്പുന്നില്ല, അത് കാർബൺ മോണോക്സൈഡ് പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണാതെ പോകരുത്, കാരണം ഇതൊക്കെ നമുക്ക് ചില പാഠങ്ങളാണ്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കിതെല്ലാം ഉപേക്ഷിച്ചിട്ട് ജീവിക്കാനൊക്കത്തില്ല. ഇതിനൊക്കെ പരിമിതപ്പെടുത്തുക. ഈ ഭൂമി എല്ലാവർക്കും എല്ലാം, ഈ പ്രകൃതിയും ഭൂമിയും നമുക്ക് വേണ്ടതെല്ലാം തരും, നമുക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. പക്ഷേ നമ്മുടെ അത്യാർത്തിയും നമ്മുടെ ആർപ്പാടവും നമ്മുടെ ആക്രാന്തവുമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുഴപ്പത്തിന്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് എന്നോട് വിരോധിച്ചാലും എന്നോട് വിയോജിച്ചാലും ഞാൻ ആ അഭിപ്രായം പറയുകയാണ്. കുറച്ചുകൂടെ നമ്മൾ ക്ഷമിക്കുകയും പൊറുക്കുകയും ഭൂമിക്ക് വിധേയരാകുകയും പ്രകൃതിക്ക് വിധേയരായി ജീവിച്ചെങ്കിൽ മാത്രമേ നാളുകളിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ ജീവിതം ഇവിടെ അസാധ്യമായി മാറും എന്ന് ഓരോ ചൂണ്ടുപലകയായി ഈ നമുക്ക് മുന്നിൽ ഓരോരോ പ്രകൃതി പ്രതിഭാസങ്ങൾ, അത് മഴയായി, വെള്ളപ്പൊക്കമായി, മണ്ണിടിച്ചിലായി ഒക്കെ നമുക്ക് മുമ്പിൽ. ഇപ്പൊ തന്നെ തുരങ്കപാത വേണ്ടെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. തുരങ്കപാത വേണം, പക്ഷേ സർവ്വസ്ഥലത്തും തുരങ്കപാത ആവശ്യമില്ല. അതായത് പശ്ചിമഘട്ടത്തെ തുറക്കുകയാണ് നമ്മൾ, അല്ലെങ്കിൽ പ്രകൃതിയെ തുരന്നാണ് നമ്മൾ ഒരു വികസനമാണ് നടത്തുന്നത്. ആ വികസനം ആവശ്യമല്ല എന്ന പക്ഷത്തല്ല ഞാൻ, ആവശ്യമായിരിക്കാം, പക്ഷേ അത് പരിമിതപ്പെടുത്തുക. അങ്ങനെ പല തുരങ്കങ്ങളാകുമ്പോൾ അതില്ലാതാകും. അത് തന്നെയാണ് മാധവ് ഗഡ്കരി പറഞ്ഞത്, നിങ്ങൾ പശ്ചിമഘട്ടത്തെ തൊടരുത്. അത് എന്താ പറയുന്നത്, ഒരു ഹൈഡ്രജൻ ബോംബിനേക്കാൾ വലിയ ഒരു പ്രാധാന്യം കൊടുത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒന്നാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയല്ലേ? നമ്മള് ഈ മണ്ണ് വളരെ ശരിയാണ്. അപ്പൊ അദ്ദേഹത്തെ അന്ന് എല്ലാവരും പുച്ഛിച്ചു. അതിന്റെ ദുരന്തങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങല്ലേ ദിവസം തോറും. അത് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നമ്മൾ 3ആയിട്ടാണ് പ്രധാനമായും തിരിക്കുന്നത്: മലനാട്, ഇടനാട്, തീരദേശം. ഇന്നിപ്പോ മഴക്കാലമായാൽ ഈ മലമ്പ്രദേശമാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. കാര്യം എവിടെ ഈ നാളിതുവരെ ഉരുൾപൊട്ടൽ എന്ന് വാക്ക് കേൾക്കാത്ത സ്ഥലങ്ങളിൽ പോലും ഉരുൾപൊട്ടൽ വലിയ ഭീതി ജനിപ്പിക്കുന്നുണ്ട്, ഇല്ലേ? കാസർഗോഡ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉരുൾപൊട്ടൽ, ആ മേഖലയിൽ പ്രത്യേകമായ പഠനം നടക്കാൻ പോവുകയാണ്. കാര്യം ഒരു കാരണവശാലും ഉരുൾപൊട്ടൽ ഉണ്ടാകില്ല എന്നുറപ്പുള്ള ഒരു സ്ഥലത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയും ആകെ മാറി മറിയുകയാണ്. അല്ല, ഇതിനകത്തില് കേരളം സത്യം പറഞ്ഞാൽ, ഞാൻ എന്റെ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എലിവാലം കാച്ചിരി പോലാണ്. ആകെ ഇത്ര വീതിയേ ഉള്ളൂ നമുക്ക്. മാത്രമല്ല, ഒരു പലക കുത്തിച്ചാരി താഴേക്ക് വെക്കുന്ന പോലെ മേളിൽ നിന്നൊരു ചെറിയ ബാക്കിയാണ്. അത് അവിടെ മഴ പെയ്താൽ നേരെ ഇങ്ങോട്ട് ഒലിച്ചു പോരുകയാണ്. അപ്പൊ അതാണ് നമ്മുടെ സ്ഥിതി. അപ്പൊ അതിനനുസൃതമായി വേണം നമ്മളുടെ വികസനത്തെ കുറിച്ചുള്ള എല്ലാ ചിന്തകളും ഉണ്ടാകേണ്ടത്. നമ്മൾ നാഷണൽ ഹൈവേ ഉണ്ടാക്കുമ്പോൾ, നമ്മൾ അതിവേഗ റെയിൽ ഉണ്ടാക്കുമ്പോൾ, നമ്മൾ തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ, നമുക്ക് നാളെ മനുഷ്യരുണ്ടെങ്കിലല്ലേ ഈ വികസനം എല്ലാം ആവശ്യമുള്ളൂ. ഈ ഭൂമുഖത്ത് നിന്ന് ഒരു പ്രളയം വന്ന് മനുഷ്യൻ മുഴുവൻ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ഒരു ഭൂമി കുലുക്കം ഉണ്ടായാൽ, റിച്ചർ സ്കെയിലിൽ 5 മുതലിലേക്ക് 6 ആ സ്കെയിൽ എത്തിയാൽ നമ്മൾ പിന്നെ ഈ വികസനം പിന്നെ ആർക്ക് വേണ്ടിയാണ്? അപ്പൊ അതുകൂടി നമ്മൾ ചിലപ്പോൾ ആലോചിക്കണം. നമുക്കിവിടെ ജീവിക്കാൻ വേണ്ടി ഉള്ള അത്യാവശ്യം വികസനമാണ് വേണ്ടത്. വികസനം അധികമായാൽ അത് അപകടത്തിലേക്ക് പോകും. എന്നാൽ അധികമായാൽ അമൃതം വിഷമാണ്. അത് വികസനത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ് എന്നുള്ള ഒരു മനസ്സ് നമുക്ക് വേണം എന്നുള്ളതാണ് എന്റെ വിനയപൂർവമായ അപേക്ഷ. ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ, നമ്മൾ തന്നെയാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത്. പ്രകൃതി നമ്മുടെ പരിധിയിൽ നിൽക്കില്ല. നമ്മൾ പ്രകൃതിയെ കറന്നെടുക്കുക കുറേശ്ശെയായിട്ട്, അല്ലാതെ ഇനി അറുത്തെടുക്കാതിരിക്കുക. ഇതിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? നല്ലോണം ചുരത്തുന്ന ഒരു പശുവിന്റെ അകിട് അറുത്തെടുക്കുന്നതിന് തുല്യമാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും. അതിൽ നിന്ന് നമ്മൾ പിന്തിരിയണം. അതുകൊണ്ടാണ് മഹാത്മജി പറഞ്ഞത്,
നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയെ നമ്മൾ ആവശ്യത്തിന് കറന്നെടുക്കുക, ആവശ്യാധിഷ്ഠിതമായിട്ട് ഉപയോഗിക്കുക. പ്രകൃതി നാളെയും നിലനിൽക്കേണ്ടതാണ് എന്നുള്ള വലിയ കരുതലോടുകൂടി വേണം പ്രകൃതിയെ സമീപിക്കേണ്ടത്, പ്രകൃതിയെ അങ്ങനെ വേണം കാണേണ്ടത് എന്നാണ്. അതിന് വേണ്ടത് എന്താണ്? ജീവിതം കുറച്ചുകൂടി ലളിതമാക്കുക, ലാളിത്യപൂർണമാക്കുക, കുറച്ചുകൂടി. ഇപ്പൊ തന്നെ കേരളത്തിൽ ഈ സർവേ കഴിയുമ്പോൾ, അതായത് ഇപ്പോഴത്തെ സെൻസസ് കഴിയുമ്പോഴറിയാം, ഈ എന്റെയൊക്കെ പ്രദേശത്ത് തിരുവല്ല ഈ തൊട്ട് ഇങ്ങോട്ടുള്ള പ്രദേശങ്ങൾ ധാരാളം ഗൾഫിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ആളുകളുള്ള സ്ഥലമാണ്. മാവേലിക്കര അടക്കമുള്ള സ്ഥലം. പല വീടുകളും, അതായത് 2 നില കെട്ടിടം, ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്, അങ്ങനെയുള്ള വീടുകൾ, എത്രയോ വീടുകൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഒഴിഞ്ഞു കിടക്കുകയാണ്, ആൾ താമസമില്ല. വീട് ഏതാ കാടേതാ എന്നറിയാത്ത അവസ്ഥയിലാണ്. ഈ വീടുണ്ടാക്കാൻ എത്രമാത്രം സിമന്റ് വേണ്ടി വന്നു, എത്രമാത്രം കമ്പി വേണ്ടി വന്നു, എത്രമാത്രം കരിങ്കല്ല് വേണ്ടി വന്നു. ഇത് മുഴുവൻ പ്രകൃതിയെ ചൂടാക്കുകയാണ്. വീണ്ടും പ്രകൃതിയുടെ കാലാവസ്ഥയുടെ തകിടം മറിക്കുകയാണ് ഈ വെറുതെ കിടക്കുന്ന വീട്. ഇത് ആളുകൾ താമസിക്കുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ കൊണ്ട് കേരളം ഇപ്പോൾ ആ കാര്യത്തിന് മുന്നിൽ എത്തുകയാണ്. ഈ സെൻസസ് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായ കണക്ക് കിട്ടും. അപ്പൊ ഓരോ പ്രദേശത്തെയും കണക്കെടുത്താൽ നമുക്കത് ബോധ്യമാകും. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പ്രകൃതി വിരുദ്ധതയാണ്, പ്രകൃതിക്കെതിരാണ്. പിന്നെ ഇപ്പൊ ഓണാട്ടുകരക്കാരനാണ് ഞാൻ. ഓണാട്ടുകരയ്ക്ക് ഒരു വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണ്? ഈ ഒരു പറമ്പിൽ തന്നെ 4-5 കുളങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതാ ചോദിക്കാൻ വന്നത്. കാവുകളും കുളങ്ങളും കാവുകൾ, ഏറ്റവും അധികം കാവുകളും കുളങ്ങളും ഉള്ള ഒരു പ്രദേശമാണ് ഓണാട്ടുകര. ഈ 2 സാധനങ്ങളും ഇല്ലാതാകുകയാണ്. കാരണം കാവ് മാറ്റുക എന്ന് പറയുന്ന പുതിയൊരു സമ്പ്രദായം ഇപ്പം വന്നിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പൂജാരിയെ കാണുന്നു, അദ്ദേഹത്തെ കണ്ടിട്ട് ഈ കാര്യങ്ങൾ പറയുന്നു, അതിനൊരു ചാർട്ട് ഉണ്ടാക്കുന്നു. ഈ എന്റെ വീടിന്റെ കന്നി മൂലയ്ക്കുണ്ടായിരുന്ന കാവ് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു, ആ സ്ഥലം കൂടി വിൽക്കുന്നു, അല്ലെങ്കിൽ അവിടെ വീട് വിൽക്കുന്നു. ഇത് നമുക്ക് കാവ് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം എന്തായിരുന്നു എന്ന് നമ്മൾ അറിയാം. ഈ പെയ്തു വീഴുന്ന വെള്ളം മുഴുവൻ സംഭരിച്ച് ഗ്യാലൻ കണക്കിന് വെള്ളം ഈ കാവുകൾ സംരക്ഷിച്ചിരുന്നു. മാത്രമല്ല, ശീതീകരണ ഒരു നാടിന്റെ ആകെ എന്താ പറയുക, എയർ കണ്ടീഷണർ ആയിരുന്നു ഒരു കാവ്. ആ കാവ് ഇല്ലാതായപ്പോൾ ആ ഒരു സൂക്ഷ്മമായ പരിസ്ഥിതിയാണ് അവിടെ ഇല്ലാതായത്. ഇപ്പൊ ഈ ഞങ്ങളുടെ ഓല കുതുക്കാൻ, അതായത് വീട് മേയുന്ന ഓല കുതുക്കാൻ ഒരു കുളം, പശുവിനെയും ഒക്കെ കുളിപ്പിക്കാൻ ഒരു കുളം, വീട്ടിലെ ആളുകൾക്ക് കുളിക്കാൻ ഒരു കുളം, വീട്ടിലേക്ക് ആവശ്യമായ ശുദ്ധജലം എടുക്കാൻ ഒരു കുളം. ഇങ്ങനെ കുളങ്ങൾ, ഒരു 3-4 കുളങ്ങൾ ഉണ്ടായിരുന്ന പറമ്പുകളിൽ നിന്ന് കുളങ്ങളെല്ലാം അന്യമായി. ഈ കുളങ്ങൾ ജലസംരക്ഷണത്തിന്റെ, നേരത്തെ പറഞ്ഞ വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കാൻ, പ്രളയം ഉണ്ടാകാതിരിക്കാനും ഭൂഗർഭ ജലസ്രോതസ്സിനെ പരമാവധി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഉപാധിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ അത് നികത്തിയിട്ടാണ് നമ്മൾ മഴക്കുഴി ഉണ്ടാക്കാൻ നടക്കുന്നത്. അപ്പം 1000 മഴക്കുഴിക്ക് തുല്യമായിരുന്നു വീട്ടുവളപ്പിലെ ഒരു കുളം. ആ കുളം നികത്തിയിട്ട് നമ്മളിപ്പോൾ മഴക്കുഴി ഉണ്ടാക്കുകയാണ്. അതിന് സബ്സിഡി കൊടുക്കുകയാണ്. ഇതാണ് അപ്പൊ ഈ ഒരു നാറാണത്തുറാന്തന്റെ അവസ്ഥയിലല്ലേ നമ്മൾ എത്തി നിൽക്കുന്നത്. കാരണം നാറാണത്തുറാന്തൻ എത്രയോ നന്മ അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹം എല്ലാം ഉരുട്ടി മേലിൽ കയറ്റി കല്ലുരുട്ടിയിട്ട് താഴേക്ക് കിട്ടുമെന്ന്. നമ്മളും അങ്ങനെ തന്നെയാണ്. ഈ വികസനത്തിന് വേണ്ടി വികസനത്തിന്റെ ഏറ്റവും വലിയ കല്ലുരുട്ടി നമ്മൾ മേളിൽ കയറ്റി അത് നമ്മുടെ ജീവിതം ഉരുട്ടി താഴെ ഇടുകയാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മധ്യ തിരുവിതാംകൂറിൽ ഈ വെള്ളപ്പൊക്കവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾ പറയുന്ന, അല്ലെങ്കിൽ അവർ കണ്ടെത്തി വെച്ചിരിക്കുന്ന ഒരു സേഫ് സോൺ എന്ന് പറയുന്നത് ഇങ്ങ് തെക്കാണ്, തിരുവനന്തപുരം ഇതിലൊന്നും ബാധകമല്ല. തിരുവനന്തപുരം സിറ്റിയും തിരുവനന്തപുരത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും സേഫ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങ് ഇതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി പഠിക്കുന്ന ഒരാളാണ്. ശരിക്കും തിരുവനന്തപുരത്തിന്റെ ഒരു ഭാവി അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? കാര്യം ഇന്നിപ്പോ ഈ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂർ മുതൽ ഏകദേശം കൊല്ലം വരെയുള്ള ആൾക്കാർ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. മുമ്പ് മധ്യ തിരുവിതാംകൂർ അങ്ങ് പറഞ്ഞ ഹരിപ്പാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് അവർ താവളം കണ്ടെത്തിയിരുന്നതെങ്കിൽ ഇന്ന് ഈ പറഞ്ഞ ഫ്ലാറ്റ് സമുച്ചയങ്ങളും വില്ലാ സമുച്ചയങ്ങളും ഒക്കെ ഇടം പിടിച്ചിരിക്കുന്ന ഒരിടം തിരുവനന്തപുരത്താണ്, പ്രത്യേകിച്ചും ഈ ടെക്നോ പാർക്ക് കേന്ദ്രീകരിച്ചുള്ള മേഖലകളിൽ. ഇതും ഈ പറഞ്ഞതുപോലെ ഭാവിയിൽ എന്തെങ്കിലും ഒരു ഭീഷണി അങ്ങ് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അതിനു മുന്നിൽ നമുക്കൊരു ഉദാഹരണം തന്നെ ഇല്ലേ. കഴിഞ്ഞ വർഷം ലോകം ശ്രദ്ധിച്ച ഏറ്റവും വലിയ ജലക്ഷാമം ഉണ്ടായത് ബാംഗ്ലൂരാണ്. ശ്രദ്ധിച്ചില്ലേ? കർണാടകയിൽ ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ ടെക്നോ സിറ്റിയാണത്. അപ്പൊ അവിടെ എന്തുകൊണ്ട് വന്നു? അവിടുത്തെ കുളങ്ങൾ മുഴുവൻ, അവിടെ വലിയ ജലാശയങ്ങളുണ്ടായിരുന്നു, അത് മുഴുവൻ നികത്തി വീടുകളും, അതായത് ഫ്ലാറ്റ് സമുച്ചയങ്ങളും ഉണ്ടായി.
കാരണം അത് ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. അതായത് ഒരു ബക്കറ്റ് വെള്ളത്തിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്ന അവസ്ഥ ബാംഗ്ലൂരിലുണ്ടായി. അപ്പൊ ആ അവസ്ഥ തിരുവനന്തപുരത്ത് ഉണ്ടാവും. കാരണം എന്താണ്, ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ കഴക്കൂട്ടം ഭാഗത്തൊക്കെ വളരെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതായത് ആകാശമുട്ട ഫ്ലാറ്റുകൾ ഉയരുകയാണ് വീണ്ടും വീണ്ടും. തിരുവനന്തപുരത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താ, ലോകത്തിലെ ഏറ്റവും നല്ല ശുദ്ധമായ ഒരു ജലം, ശുദ്ധ സംഗീതം പോലെ ശുദ്ധമായ ജലം, ശുദ്ധമായ വായു, ശുദ്ധമായ ജീവിതം, അതായിരുന്നു തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത. ആ തിരുവനന്തപുരം ഇന്ന് നാനാ സ്ഥലത്തു നിന്നുള്ള ആളുകളുടെ ഒരു മൈഗ്രേഷൻ, അതായത് അവിടെ വരുന്നവരാരും തിരിച്ചു പോവില്ല. അപ്പൊ ജോലി തേടിയായാലും ഈ ചികിത്സയ്ക്ക് പോലും വരുന്നവർ അവിടെ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു അവസ്ഥയിലാണ് തിരുവനന്തപുരം. അപ്പൊ ഇത്രയും വലിയൊരു പോപ്പുലേഷനെ, ഇത്രയും വലിയൊരു ജനസഞ്ചയത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി തിരുവനന്തപുരത്തിന് കുറഞ്ഞു വരുന്നു. ഒന്ന്, കാരണം സ്ഥലം കൂടുന്നില്ലല്ലോ. രണ്ട്, പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥലം മാറ്റപ്പെടുന്നു. മൂന്ന്, ഇപ്പൊ ടെക്നോ പാർക്ക് പോലെയുള്ള ഒരുപാട് വലിയ വികസനങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെ വലിയ കെട്ടിട സമുച്ചയങ്ങളും അതുപോലെ തന്നെ വ്യാപാര സമുച്ചയങ്ങളും ഉണ്ടാകുന്നു. ഇതൊക്കെ ഷോപ്പിംഗ് മാളുകൾ. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ രണ്ടു വശമാണ്. അതുണ്ടാക്കുന്ന മാലിന്യം, അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന ക്ഷാമം, അതായത് വെള്ളത്തിനടക്കം ഉണ്ടാകുന്ന ക്ഷാമം. ഇന്നും വെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരേ ഒരു കേന്ദ്രത്തെയാണ് തിരുവനന്തപുരം, അല്ലേ? അരുവിക്കര. അപ്പൊ ഈ അരുവിക്കര എന്ന് പറയുന്നത് എന്നും കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന, ആജീവനാന്തം വെള്ളം കിട്ടുന്ന, എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണെന്ന് നമ്മൾ വിശ്വസിച്ച് ഉറപ്പിച്ചു പോകരുത്. അത് ഒരിക്കൽ ഈ ഭൂമിയുടെ അതായത് പ്രകൃതിയുടെ എല്ലാ നന്മകളും ഒരിക്കൽ ഒരുപക്ഷെ നമ്മളുടെ ഉപയോഗം കൊണ്ട് ഇല്ലാതാകും. അത് പെട്രോളിയം ആകട്ടെ, സ്വർണമാകട്ടെ, വെള്ളമാകട്ടെ, എല്ലാം. ഇപ്പൊ തന്നെ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം നമ്മൾ കാണും. എന്താണ് ഈ യുദ്ധത്തിന്റെ അടിസ്ഥാനപരമായ കാരണം? അതിന്റെ അടിസ്ഥാനപരമായ കാരണം ശുദ്ധമായ ജലവും ഒപ്പം പെട്രോളിയവും. നമ്മൾ അതിന്റെ വേര് തേടി പോകുമ്പോൾ അതിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് ചെന്ന് നിൽക്കുന്നത് അവിടെയാണ്. ഈ എല്ലാ യുദ്ധങ്ങളുടെയും ഇപ്പൊ ഇനിയൊരു യുദ്ധം ഉണ്ടാകുന്നെങ്കിൽ അത് ശുദ്ധജലത്തിന് വേണ്ടിയും ജലത്തിന് വേണ്ടിയും. അപ്പൊ ജലം അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് തിരുവനന്തപുരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. അങ്ങയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ നാടിന്റെ തലസ്ഥാന നഗരം എന്നുള്ള നിലയിൽ ആ ശുദ്ധത, അതുപോലെ തന്നെ ആ സൗമ്യത, ആ നന്മ നിലനിർത്തണമെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല നഗരം, വൃത്തിയുള്ള നഗരം, ദൈവത്തിന്റെ സ്വന്തം നഗരമായിരുന്നു തിരുവനന്തപുരം. ആ നഗരം അങ്ങനെ നിലനിർത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇനി വരും കാലങ്ങളിൽ. കാരണം ആ നിലയിൽ ആളുകൾ വന്ന് താമസമാകുമ്പോൾ അതിൻ്റെതായ ക്ഷാമം പല കാര്യങ്ങളിലും ഉണ്ടാകും, അതിൻ്റെതായ പിടിച്ചുപറി ഉണ്ടാകും. 100 പേര് ഉപയോഗിച്ചിരുന്ന ഒരു സംഗതി 1000 പേര് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് ഒരുപാട് ജലസംഭരണികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരെ ഇന്നും ഇവിടെ വെള്ളക്കെട്ടില്ല എന്ന് പറയുന്നില്ല. ഇപ്പോഴും നഗരമധ്യത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് ഒഴിച്ച് മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നത് പോലുള്ള വെള്ളക്കെട്ടുണ്ടാകാത്തത് ഇവിടെ നിരവധി കുളങ്ങളുണ്ട്. ഈ കുളങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കണക്ടിവിറ്റി ഉണ്ട്. ഇത് പണ്ട് രാജാവിന്റെ കാലത്ത് ഉണ്ടാക്കിയതാണ്, അല്ലേ? ഇപ്പൊ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ പത്മതീർത്ഥ കുളത്തിൽ കൊച്ചാറിൽ നിന്ന് വരുന്ന ഒരു തുരങ്കമുണ്ട്. ഇതുപോലെ തൊട്ടപ്പുറത്ത് ശ്രീവരാഹം കുളം, അതിനപ്പുറത്ത് ഋഷിമംഗലം കുളം, ഇങ്ങനെ തൊട്ട് ഒട്ടനവധി കുളങ്ങളും ഇതിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു നെറ്റ്വർക്കും ഉണ്ട്. ഒരു പരിധിവരെ അത് തന്നെയാണ് ഈ വെള്ളപ്പൊക്കത്തെ ഇവിടെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. ശരിയാണ്. പക്ഷെ അതിനെ രാജാവിന്റെ കാലത്തുണ്ടാക്കിയ വളരെ ദിശാബോധമുള്ള ഒരു പ്രവർത്തനമാണിത്. കാരണം കാലത്തേക്ക് കണ്ടുകൊണ്ടാണ്, എത്രയോ ദിശാബോധത്തോടാണ് ഇത് ചെയ്തത്. ഈ കൂട്ടിയിണക്കൽ നടന്നത് ജലത്തിന്റെ ഒരു പ്രവാഹത്തെയാണ്, ഒരു ചക്രീയമായ പ്രവാഹത്തെയാണ് അവിടെ അതിലൂടെ രൂപകൽപ്പന ചെയ്തത്. അപ്പൊ അത് നിലച്ചു പോകരുത്. അതിനെ കുറച്ചുകൂടി പുഷ്ടിപ്പെടുത്താനും ആ നീരൊഴുക്ക് തടയാതെ അതിനെ കുറച്ചുകൂടി ക്രമമായി കുറച്ചുകൂടി അത് വർദ്ധിപ്പിച്ചു കൊണ്ടുപോകാനുമുള്ള പ്രവർത്തനം അങ്ങ് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഈ കൃത്യമായ ഒരു പാത ഉണ്ടായിരുന്നു കൊച്ചാറിൽ നിന്ന്, അതായത് കരമനയാറിൽ കിഴക്കൻ മലനിരകളിൽ നിന്ന് നെയ്യാറിൽ നിന്ന് വരുന്ന ജലത്തെ കൊച്ചാറ് വഴി ഇതുവഴി കൊണ്ടുപോകുന്നത് ഇത് തൊട്ടപ്പുറത്ത് നമ്മുടെ പാർവതിപുത്രനാറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമായിരുന്നു. അത് ഏതോ നന്മയുള്ള, വലിയ ചിന്തയുള്ള, ദിശാബോധമുള്ള, പുതിയ കാലത്തെ കൂടി മുന്നിൽ കണ്ട ഏതോ ഒരു വലിയ ആളിന്റെ ചിന്തയാണത്, വലിയ മനുഷ്യന്റെ ചിന്തയാണ്. അത് പുതിയ കാലത്ത് അതിനെ പുഷ്ടിപ്പെടുത്താനും കുറച്ചുകൂടി അതിനെ നിലനിർത്താനും, അല്ലാതെ അത് അടഞ്ഞു പോകാൻ അനുവദിക്കരുത് എന്നാണ് എന്റെ വിനീതമായ അപേക്ഷ.
അങ്ങനെ ആരോ ഒരു നന്മയുള്ള മനുഷ്യന്റെ മനസ്സിൽ തോന്നിയ ആ നന്മയെ നമ്മൾ കുറച്ചുകൂടെ പരിരക്ഷിക്കുക, കുറച്ചുകൂടെ അതിനെ പുഷ്ടിപ്പെടുത്തുക, അത് അടഞ്ഞു പോകാതെ സൂക്ഷിക്കുക, അതിന് കാവൽക്കാരായി നമ്മൾ നിൽക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അവസാനമായി ഒരു ചോദ്യം കൂടെ, അതായത് നമ്മൾ തുടക്കത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ നമുക്കിപ്പോ മഴ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കേരളം. മഴയോട് മഴ, എങ്ങും വെള്ളപ്പൊക്കം, ദുരിതമൊക്കെയാണ്. പക്ഷെ ഒരു 4-5 മാസം കഴിഞ്ഞാൽ അവസ്ഥ തിരിയുകയാണ്. കുറച്ചു കാലത്തേക്ക് മഴ ഇല്ലാതായി തീരുമ്പോൾ ഡാമുകളിൽ വെള്ളം വറ്റുന്നു, നമ്മൾ രൂക്ഷമായ ദുരിതം അനുഭവിക്കുന്നു, ദാരിദ്ര്യം വരുന്നു, മറുഭാഗത്ത് വൈദ്യുതി ക്ഷാമം വരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 44 നദികൾ ഉണ്ടായിട്ട് നമുക്ക് ഈ ജലത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തത്? ഒരു വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടോ? ചെക്ക് ഡാമുകളുടെ അഭാവം, ഈ ചെക്ക് ഡാമുകൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഉണ്ടെങ്കിൽ ഇതിനൊരു പ്രതിവിധിയാണോ എന്നുള്ള ഒരുപാട് തർക്കങ്ങൾ പല കോണിൽ ഉയരുന്നുണ്ട്. എങ്ങനെ അങ്ങ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അത് ശരിയാണ്. കാരണം അതായത് നമുക്കിപ്പം, ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, നമുക്ക് വികസനവും പരിസ്ഥിതിയും ഒരുപോലെ കൊണ്ടുപോകും. ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത് കൊണ്ട് നാടിന്റെ വികസനം അവിടെ അവസാനിപ്പിക്കണം എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും പുതിയ കാലത്തിന് യോജിച്ച കാര്യമാണ്. പക്ഷേ ആദ്യം നമ്മൾ കാണേണ്ടത്, ഇനിയും കേരളത്തിൽ ഏതൊരു വികസന പ്രവർത്തനം നടക്കുമ്പോഴും നമ്മൾ പരിസ്ഥിതിയെ കൂടി, നമുക്കിവിടെ ജീവിക്കണം, ഈ സ്വസ്ഥത ഇല്ലാതെ പോകരുത് എന്നുള്ള ഒരു ചിന്ത കൂടി നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഓരോ കാര്യങ്ങളും. അത് അതിവേഗ റെയിലാകട്ടെ, നാഷണൽ ഹൈവേ ആകട്ടെ, MC റോഡിന്റെ വികസനമാകട്ടെ, നദീ വികസനമാകട്ടെ, എന്തുമാകട്ടെ, ഇതൊക്കെ ചെയ്യുമ്പോൾ ആത്യന്തികമായി അതിന്റെ ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ട ഒരു കാര്യം മനുഷ്യരാണ്. നമുക്കിവിടെ ജീവിക്കാൻ കഴിയണം. മനുഷ്യനെ കൂടി മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം വികസനത്തിന്റെ സ്കെച്ച് പ്ലാൻ തയ്യാറാക്കാൻ എന്നുള്ളതാണ് എന്റെ ആ കാര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം ഇതിനെല്ലാം കാരണം നമുക്കു നാമേ പണിപതു നാഗം നരകവും അതുപോലെ, ഇതിനെല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്. ഇതൊന്നും വഴിയിൽ ഉപേക്ഷിക്കാൻ ഒക്കത്തില്ല. നമുക്കിപ്പം മൊബൈൽ ഫോൺ കളയാനൊക്കത്തില്ല, നമുക്ക് ഈ വാഹനങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയത്തില്ല, നാഷണൽ ഹൈവേ ഇതെല്ലാം നമുക്ക് വേണം. പക്ഷെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴും നമുക്കൊരു വിചാരം വേണം, നമുക്ക് ശേഷം വരുന്നവർക്ക് കൂടി ഈ ഭൂമി അവർക്ക് കൂടി ഉള്ളതാണ്, അവർക്ക് കൈമാറേണ്ടതാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അങ്ങനെ വേണം നമ്മൾ ഇതിനെ ഉപയോഗിക്കേണ്ടതും ഇതിനെ കാണേണ്ടതും ഏത് കാര്യത്തിലും നമ്മൾ ഇടപെടേണ്ടതും എന്നാണ് എന്റെ വിനയപുരസരമായ ഒരു അഭ്യർത്ഥന. ഒരു കാര്യം കൂടി ഇത് പറയുമ്പോൾ, അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാതെ വയ്യ. ഇപ്പൊ കേരളത്തില് അങ്ങോളം ഇങ്ങോളം ഒരു പ്രവണതയുണ്ട്. ഇപ്പൊ പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളുടെ വാതിക്കൽ വന്ന് നിന്നിട്ട് കല്ല് കൊത്താനുണ്ടോ, കസവുണ്ടോ എന്നൊക്കെയായിരുന്നു ചോദിച്ചത്. കുട നന്നാക്കാനുണ്ടോ എന്നൊക്കെ. ഇപ്പോഴ് സൈക്കിളിന്റെ പുറകിൽ ഈ മരം മുറിക്കുന്ന മെഷീൻ കെട്ടിവെച്ചിട്ട് ഒരു 4-5 പേര് ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നത് മരം മുറിക്കാനുണ്ടോ, കൊമ്പിറക്കാനുണ്ടോ എന്ന്. അപ്പൊ ഈ പാഴ്മരങ്ങളുടെ പട്ടികയിൽ പെടുത്തിയിട്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ മരങ്ങളും, ഇപ്പൊ മരോട്ടി, കാഞ്ഞിരം, ഇലഞ്ഞി, ഇങ്ങനെ തുടങ്ങി ധാരാളം മരങ്ങൾ നമ്മളുടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം മുറിച്ചു മാറ്റപ്പെടും. ഇത് മാറ്റിയിട്ട് നേരെ വൈകുന്നേരം നമ്മൾ MC റോഡിൽ നിന്നാൽ ഒരു 9 മണി മുതൽ വെളുപ്പിനെ 4 മണി വരെ ഒരു കോൺവേ ആയിട്ടാണ് ഈ മരം നിറച്ച പെരുമ്പാവൂരിലേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. ഇതിന് ആവശ്യമുള്ളത് മുറിക്കട്ടെ. ഇപ്പൊ പുരയുടെ മുകളിലേക്ക് ഒരു മരം വീണാൽ അത് മുറിച്ചേ പറ്റൂ. അത് സ്വർണം കായ്ക്കുന്ന മരമായാലും മുറിക്കണം. പക്ഷേ പാഴ്മരങ്ങൾ എന്ന് പറയുന്ന ഒരു മരമില്ല. ഈ മരം ഈ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് മരങ്ങളും. ഈ അനാവശ്യമായി കേരളത്തിൽ ധാരാളമായി മരങ്ങൾ മുറിച്ചു മാറ്റുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഈ കാര്യത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്നില്ലെങ്കിൽ കേരളം മരമില്ലാത്ത നാടുകൂടിയായി മാറും. അത് അതിനേക്കാൾ വലിയ അപകടമാണ്. ശ്വാസം കിട്ടാതെ മനുഷ്യൻ പോക്കറ്റിൽ, നമ്മളുടെ കീശയിൽ ഈ ക്യാപ്സ്യൂൾ പോലെ ഈ പ്രാണവായു നിറച്ചു കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തും. അതുകൂടി ഞാൻ ഇതിനോട് കൂട്ടിച്ചേർക്കുകയാണ്. എന്തായാലും വളരെ ചുരുങ്ങിയ സമയത്തിൽ വലിയ വലിയ ചിന്തകൾ പങ്കുവച്ച ശ്രീ മുരളീധരൻ തഴക്കരയ്ക്ക് നന്ദി. പറഞ്ഞതുപോലെ പ്രകൃതി, നമ്മൾ അങ്ങോട്ട് എങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കുമോ അതാണ് പ്രകൃതി തിരിച്ച് ഇങ്ങോട്ട് നമുക്കും തരുന്നത്. എന്തായാലും പ്രതികരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ മുരളീധരൻ തഴക്കര. സന്തോഷം, വലിയ സന്തോഷം. നമസ്കാരം.